നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ജനപ്രിയ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ്. ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട്. മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ്. എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്താനുള്ളൂ. മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല. പക്ഷേ വ്യക്തി ജീവിതത്തിലെ പാളിച്ച അദ്ദേഹത്തിന്റെ കരിയറിനും ബാധിച്ചു. അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന താരജോഡികളായിരുന്നു മഞ്ജുവും ദിലീപും അല്ല. ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ്. 2017 അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന്റെ വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ജാക്ക് ആൻഡ് ഡാനിയൽ, കേശു വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അതിനിടെയാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പലയിടത്തു നിന്നും ദിലീപിനെയും ചിത്രത്തെയും വിമർശിച്ചു പലരും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ മലയാളത്തിലെ ചില ഓൺലൈൻ സിനിമ റിവ്യൂവർമാരുടെ അഹങ്കാരത്തിന്റെ അടിയാണ് ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയമെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഇന്നത്തെ വിഷയം സംസാരിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ താഴെ വന്ന് കോവാലൻ വീണ്ടും പൈസ അയച്ചു തന്നോ, കോവാലന്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് കുറെ പമ്പര വിഡ്ഢികൾ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുമെന്ന് എനിക്കറിയാമെന്നും അദ്ദേഹം പറയുന്നു. അവന്റെ അച്ഛനും മറ്റുള്ളവരും ചെയ്തതുപോലത്തെ നാറിയ പണികൾ ചെയ്യുന്നവരാണ് ദിനേശ് എന്ന് അവനൊക്കെ കരുതുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുല്ലന്മാരെ വകവെക്കാറുമില്ല. അവനൊക്കെ ഒരു സുഖം കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ദിലീപിന്റെ 150ാമത്തെ ചിത്രം വലിയ വിജയമായിരിക്കുന്നു. അശ്വന്ത് കോക്കിനെയൊക്കെ പോലുള്ള മാനസിക അസുഖമുള്ള നിരൂപരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് സിനിമ വലിയ വിജയത്തിലേക്ക് കടക്കുന്നു. ഈ ചിത്രം നിർമ്മിക്കാനുള്ള അവസരം വന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരുന്നു. ഏതെങ്കിലും ഒരു പുതിയ നിർമ്മാതാവ് പുതുമുഖമായി വിൻഡോ സ്റ്റീഫനെ വെച്ച് ഈ പടം ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന മഹാവിജയം ഉണ്ടാകുമായിരുന്നില്ല. മാജിക് ഫ്രെയിമിന് കിട്ടിയതുപോലെ തിയേറ്ററുകളോ ഇങ്ങനെ വിറ്റെടുക്കാനുള്ള അവസരമോ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മാജിക് ഫ്രെയിംസ് തന്നെ ഈ 150ാമത്തെ ചിത്രം ചെയ്തത് നന്നായെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. പൃഥ്വിരാജിന്റെ അടുത്ത സൗഹൃദക്കാരനായ ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപിനെ വെച്ച് ആനുകാലിക പ്രസക്തമായ ഒരു വിഷയം പറയുന്ന ഒരു ചെറിയ സിനിമ എടുത്തു വലിയ വിജയമാക്കി എന്നത് ദിലീപിന്റെ ഒരു അനുഗ്രഹമായെന്ന് ഞാൻ പറയും. ചെറിയ തിയേറ്ററുകളിൽ കളിക്കേണ്ട സിനിമ ആയിരുന്നില്ല ഈ ചിത്രം. ലോങ് റൺ ഇല്ലാത്ത ഇക്കാലത്ത് ദിലീപിന്റെ സിനിമയൊക്കെ വലിയ തിയേറ്ററുകളിൽ എത്തണമായിരുന്നു. എന്നാൽ വലിയ തിയേറ്ററുകളിലൊക്കെ തുടരും ഓടുകയാണ്. തുടരും ചൈത്രയാത്ര നടത്തുമ്പോൾ എന്തൊരു പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തു എന്ന സംശയം തോന്നാം. തുടരും ഇങ്ങനെ വിജയം നേടുമെന്ന് രഞ്ജിത്ത് പോലും ചിന്തിച്ചു കാണില്ല. ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റ് OTT റൈറ്റ്സ് വിട്ടിട്ടില്ല. സാറ്റലൈറ്റ് കച്ചവടം നടന്നില്ല എങ്കിൽ പോലും സിനിമ തിയേറ്ററിൽ എത്തിക്കാനായി. സിനിമ ഹിറ്റ് ആയതിനാൽ ഇനിയിപ്പോ വലിയ തുക ലിസ്റ്റിനെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മനോരമയുമായി എന്തോ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി ബ്രേക്ക് ഡൗൺ ആകുമെന്ന് സിനിമയുമായി അടുത്ത ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞിരുന്നു. തിയേറ്റർ കളക്ഷൻ കൊണ്ട് തന്നെ മുടക്കു മുതലും ലാഭവും കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ സാറ്റലൈറ്റ് OTT ഒക്കെ വിൽക്കുന്നത് മിച്ചമായിരിക്കും. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും സംവിധായകൻ അഭിപ്രായപ്പെടുന്നു. ഇവിടെ കോഴിക്കോടിന്റെയും സിവിക്കിന്റെയും അശ്വതിയുടെയും വിജയകൃഷ്ണന്റെയും ഒക്കെ അപ്പൂപ്പനായി നടക്കുന്ന ചില നിരൂപകന്മാരുണ്ട്. ഒരു 3-4 പേരേ ഉള്ളൂ. സിനിമ തിയേറ്ററിൽ വന്നാൽ എങ്ങനെ അതിനെ പൊളിക്കാം എന്ന് ആലോചിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. തങ്ങളെ കാണേണ്ട രീതിയിൽ കണ്ടാൽ ഏത് തറപടത്തെയും പൊക്കി പറയും. അങ്ങനെ അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചിലരുമുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയതിന്റെ അന്ന് ഈ ചിത്രത്തെ എഴുതിക്കൊണ്ട് റിവ്യൂ ചെയ്തവൻ തന്നെ പറയുന്നു, എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, ദിലീപേട്ടൻ വിജയിച്ചു എന്ന്. അപ്പോൾ ഈ കൂതറയുടെ വിലയിരുത്തൽ പക്ഷപാതപരമായോ വ്യക്തിഹത്യയോ ആണെന്ന് മനസ്സിലായി. ഇവന്റെ റിവ്യൂ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എന്താണ് അതിന്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല. ദിലീപ് ചെയ്യുന്നത് എത്ര നല്ല പടമായാലും വിജയിക്കില്ലെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടാണോ, ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗ്യം കൊണ്ടാണോ, പുതിയ ഡയറക്ടറുടെ ഭാഗ്യം കൊണ്ടാണോ, എന്തായാലും പടം ഹിറ്റായി. ഇനി ഒരു തിരിച്ചുവരവില്ല എന്നാണ് ദിലീപിനെ കുറിച്ച് പലരും പറഞ്ഞത്. 8 വർഷമായി ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും പലതും പറയുന്നു. പക്ഷെ ദിലീപ് മറുപടി പറഞ്ഞിട്ടില്ല. അത് അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ദിലീപും പറയുന്നത് ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരുമെന്നാണ്. ആ ദിവസത്തിനായി നമുക്കും കാത്തിരിക്കാം. അല്ലാതെ സിനിമയിലൂടെ തനിക്ക് പറയാനുള്ളത് പറയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുവെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. അതേസമയം സിനിമ പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത്. സിനിമ ഇറങ്ങി 5ാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത്. ഒരുപാട് ചിരിക്കാനുണ്ട്, കണ്ണ് നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം. എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു. ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ്. അപൂർവമാണ് ഈ സംഭവിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത്. സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി.
സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു. ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല. വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത കാലത്ത് ഇറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകളിൽ ഒന്നാകും ഇത്. ഇവിടെയായി കുറച്ച് ഫ്ലക്സുകൾ വച്ചിരുന്നുവെന്ന് മാത്രം. പിന്നെ മെയ് 9 റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതല്ലാതെ വേറൊന്നും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് അടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത്. മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ്. നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് പോലും. 4-5 ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്നും താരം പറയുന്നു. ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ്. മൗത്ത് പബ്ലിസിറ്റിയുടെ ഭയങ്കര വൈബ് ഉണ്ടായി. പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട്. അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരാജയങ്ങളിൽ വീണു പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പരാജയങ്ങളിൽ വീണു പോകരുത്. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപണിയാണ്. ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടു. ഇനി ഇല്ല എന്ന് കരുതിയിടത്തു നിന്നും ദൈവം കൈ പിടിച്ചുയർത്തിയ മുഹൂർത്തങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓരോ ആപൽഘട്ടത്തിലും ദൈവം വന്ന് കൈ തന്നിട്ടുണ്ട്. ദൈവം വന്ന് കൈ തരുന്നത് എനിക്ക് കണക്ട് ആവുന്നത് പ്രേക്ഷകരിലൂടെയാണ്. ആ രൂപത്തിലാണ് വരുന്നത്. എന്റെ കുടുംബം, അവരുടെ ഭാവി എന്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടിയാണിത്. ഈ കാലം കടന്നു പോകും, ഉറപ്പ്. 100% ദൈവവിശ്വാസിയാണ് ഞാൻ. സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു. എനിക്കൊപ്പം ഒരുപാട് അവരുടെ പ്രാർത്ഥനകളുണ്ട്. എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്തത് എത്രയോ പേര് ഉണ്ടെന്നും ദിലീപ് പറയുന്നു. എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത്. എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എന്റെ ലോകം സിനിമയാണ്. അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു. എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.